ശ്രീ ജലീൽ പുനലൂർ, കഴിഞ്ഞ ദിവസം നടന്ന സർക്കാരിൻ്റെ അയ്യപ്പ സംഗമം ഒരു പരാജയം തന്നെയായിരുന്നില്ലേ? ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എം വി ഗോവിന്ദൻ അതിന് മറുപടി നൽകിയത് AI സൃഷ്ടികളായിരിക്കാം എന്നുള്ളതാണ്. ഉദ്ഘാടന പ്രസംഗ വേദിയും സദസ്സും ഒക്കെ തത്സമയമാണ് മാധ്യമങ്ങൾ ചിത്രീകരിച്ചത്, അത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തിന്, സമാപന സമ്മേളനത്തിൽ VN വാസവൻ സംസാരിക്കുമ്പോൾ പോലും ഒഴിഞ്ഞുകിടക്കുന്ന കസേരകൾ എല്ലാ ചാനലുകളിലും ദൃശ്യമായിരുന്നു. ഈ തത്സമയ സംപ്രേഷണം ഇങ്ങനെ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒഴിഞ്ഞ കസേരകൾ AI സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ചതാകാം എന്ന് ഉത്തരവാദപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ തലവൻ തന്നെ പറയുന്നത്. എങ്ങനെ സാധിക്കുന്നു? അയ്യപ്പ സംഗമം തികച്ചും ഒരു പരാജയം എന്നുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം വീണ്ടും ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുമായി രംഗത്തെത്തി തടിതപ്പാം എന്ന് തന്നെയാണോ കരുതുന്നത്? ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നിലയിൽ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മഹാസംഗമത്തെ ഇകഴ്ത്തിക്കാട്ടുവാൻ ജനൻ ടിവിക്ക് അവകാശമുണ്ട്, BJPക്ക് അവകാശമുണ്ട്. അവകാശത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ തകർന്നടിഞ്ഞ നിരാശ BJP പ്രതിനിധിയുടെ മുഖത്ത് കാണുന്നുണ്ട്, വർത്തമാനത്തിൽ കാണുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്, അവരുടെ രാഷ്ട്രീയമാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ചരിത്ര ഇതിഹാസ പുരുഷനാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമാധാനത്തിന്റെ മഹാമനീഷിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും അദ്ദേഹത്തിന്റെ പേരും ഉപയോഗപ്പെടുത്തി ഒരു വിഭാഗം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിരന്തരമായ വിദ്വേഷ പ്രചരണങ്ങളിലൂടെ, ഹത്യയിലൂടെ, പ്രകോപനങ്ങളിലൂടെ ഈ രാജ്യത്ത് സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ലഹളകളും നിത്യമായി സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ജാതീയ മതപരമായ വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് BJPക്ക് ദേശീയ തലത്തിൽ അധികാരം കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിച്ചു എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. ഞാനത് അംഗീകരിച്ചത്. സമാനമായി കേരള രാഷ്ട്രീയത്തിൽ എടുക്കാച്ചരക്കായ ഒരു സംവിധാനമാണ് BJP കേരളത്തിൽ സ്വപ്നം കണ്ടതാണ്. മറ്റൊരു അയോധ്യയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ് അയ്യപ്പന്റെ സന്നിധാനമായ ശബരിമല. പക്ഷെ അവിടെ എടുത്തു പറയേണ്ടത്, BJP കണ്ട അയ്യപ്പനല്ല ശബരിമലയിലെ യഥാർത്ഥ അയ്യപ്പൻ. 6ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവിനൊപ്പം സന്നിധാനത്ത് പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് BJPക്കാര്. ഈ അടുത്തിടെ 90കൾക്കോ 2000-നോ ശേഷമാണ് ശബരിമലയെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ശബരിമല, അതൊരു കാനന കേന്ദ്രമാണ്, പർവ്വതവും വനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ്. അവിടെ കോടാനുകൂടി ജനങ്ങൾ എത്തുന്നതാണ്. മതനിരപേക്ഷ ഇന്ത്യക്ക് ലോകത്തിന്റെ മുമ്പിൽ എടുത്തു കാട്ടാൻ പറ്റുന്ന ഏറ്റവും മഹോത്തരമായ ഒരു പുണ്യകേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയെ കുറിച്ച് ഒന്നുകൂടി പറയാം. കിഴക്കോട്ട് അയ്യപ്പനും പടിഞ്ഞാറോട്ട് വാവരും ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആരാധനാലയം ലോകത്തുണ്ടെങ്കിൽ അത് ശബരിമലയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ശബരിമലയെ സംബന്ധിച്ച് BJP സ്വപ്നം കണ്ടത് തകർന്നടിയുക എന്നുള്ളത് സ്വാഭാവികമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഗമം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാം സമ്പൂർണമായ വിജയമാണ്. 14,500-ലധികം പ്രതിനിധികൾ, 10-20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പനെയും അയ്യപ്പ ദർശനങ്ങളെയും ഇഷ്ടപ്പെടുന്ന, മതവർഗീയതയുമായി ഒരു ബന്ധവുമില്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന നല്ല വിശ്വാസികൾ അവിടെ തിങ്ങിക്കൂടി. ആ സന്നിധാനത്തിന്റെ വികസന തൽപരത ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ ഒത്തുകൂടി. സർക്കാർ വകുപ്പുകൾ ഒത്തുകൂടി. വിവിധ സെഷനുകളിലായി ചർച്ച നടന്നു. ആ അയ്യപ്പ സന്നിധാനത്തെ ഒരു മഹാപൂങ്കാവനമാക്കി വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തുവാൻ അവിടെ എത്തപ്പെടുന്ന കോടാനുകോടി സഹോദരങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കുവാൻ വേണ്ടി ഒരു സർക്കാർ ലെവലിലുള്ള ദേവസ്വം ബോർഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സെമിനാറിനെ, ഒരു സംഗമത്തെ സത്യത്തിൽ അയ്യപ്പനോടോ അയ്യപ്പ ദർശനങ്ങളോടോ തെല്ല് തരുമ്പ് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ BJPയും കോൺഗ്രസും അടക്കമുള്ള ശക്തികൾ ഈ സംവിധാനത്തെ, ഈ സംഗമത്തെ പിന്താങ്ങുകയായിരുന്നു ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കോൺഗ്രസിനും BJPക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ ജലീൽ, ഇനി വരും ദിവസങ്ങളിൽ അയ്യപ്പ സംഗമത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഒരുപക്ഷെ
നമ്മുടെ ദേവസ്വം മന്ത്രി അടക്കം പൊതുസമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിക്കും എന്ന് തന്നെ നമുക്ക് കരുതാമല്ലേ? എന്തായാലും അതിലേക്ക് എത്താം.